ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഞാനിന്ന് കോടതിയിലായിരുന്നു. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാനൽ ഓഫീസിലേക്ക് വരാൻ ഇത്തിരി വൈകിപ്പോയി. പക്ഷേ ആ സമയത്ത് എനിക്ക് വന്ന ഫോൺ കോളുകൾ എന്ന് പറയുന്നത് നിരവധിയാണ്. അവരൊക്കെ എന്നോട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, നാളെ എന്ത് സംഭവിക്കും ഖാദർ? എന്തായിരിക്കും നാളെ സുപ്രീം കോടതി പറയുക? അല്ലെങ്കിൽ സുപ്രീം കോടതി നമ്മളെ ചതിക്കുമോ? രാജ്യത്തെ പൊതുജനങ്ങൾ പറയുകയാണ്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെക്കുറിച്ച് രാജ്യത്തെ പൊതുജനങ്ങളെ സുപ്രീം കോടതി ചതിക്കുമോ എന്ന ഒരു ചോദ്യത്തിലേക്ക് വരെ രാജ്യത്തെ പൊതുജനങ്ങളെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ഗുരുതരാവസ്ഥയിലാണ് രാജ്യത്തെ പൊതുജനങ്ങളുള്ളത്. പരമോന്നത നീതിപീഠത്തിൽ പോലും പരിപൂർണമായ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ രാജ്യത്തെ ജനങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഞാനൊരു സുപ്രീം കോടതിയിലെ അഭിഭാഷകനല്ല, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനല്ല. സുപ്രീം കോടതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് നൽകാം, നിങ്ങൾക്ക് ഞാനൊരു വിശ്വാസം നൽകാം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. മനുഷ്യന് എല്ലാ വിധത്തിലും അവൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന, ആ ഭരണഘടന നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ അവർക്ക് നൽകിയത്. പക്ഷേ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് ഭരണഘടനാ കോടതിയായ സുപ്രീം കോടതി നാളെ തീരുമാനം പറയണം. ഭരണഘടനയെ മാനിക്കുന്ന ഒരു ജഡ്ജായിരിക്കണം അത് തുറന്നു പറയേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തെ ഭരണഘടനയോട് വെറുപ്പ് പുലർത്തുന്നവരാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലുള്ള ആളുകളെന്ന് രാജ്യത്തെ ജനങ്ങൾ പറയും. കാരണം ഇപ്പോൾ തന്നെ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതി ചതിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ആർട്ടിക്കിൾ 14, ഭരണഘടനാ അനുച്ഛേദം 14, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഭരണഘടനാ അനുച്ഛേദം 15, ജാതി, വംശം, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിവേചനം പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന നമ്മളോട് തുറന്നു പറയുമ്പോൾ, ഇത് ആർട്ടിക്കിൾ 14-നും ആർട്ടിക്കിൾ 15-നും വിരുദ്ധമാണ് എന്നുള്ളത് പ്രകടമായ സത്യമാണ്. അതായത് ഭരണഘടനയ്ക്ക് എതിരെയാണ് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാം, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനാ കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി വിധി പറയേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനയെ മാനിച്ചാണ്. അപ്പോൾ ഭരണഘടനയെ മാനിച്ച് സുപ്രീം കോടതി നാളെ പറയേണ്ടത്, പൗരത്വ ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും താൽക്കാലികമായി സ്റ്റേ നൽകാനെങ്കിലും രാജ്യത്തെ പരമോന്നത നീതിപീഠം മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ മറിച്ചും തിരിച്ചുമൊക്കെ സംഭവിച്ചു പോകാം. പക്ഷേ ആത്മവിശ്വാസം അമിതമായി നൽകുകയല്ല, മറിച്ച് നിയമത്തെ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്യത്തെ ജനങ്ങളോട് നാളെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ നിഗമനം എൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനാൽ തന്നെ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സുപ്രീം കോടതി പ്രവർത്തിക്കില്ല എന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരമോന്നത നീതിപീഠത്തിലുള്ള വിശ്വാസം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നഷ്ടപ്പെട്ടു പോകും. അതിനാൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ഭയപ്പെടുന്നത് രാജ്യത്തെ ഭരണഘടനയാണ്. ആ ഭരണഘടന തീർച്ചയായും നമുക്കൊരു കവചമായി നമ്മളെ സംരക്ഷിക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുന്നു. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഞാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
നമസ്കാരം.